ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ടെക് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ തന്നെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് കൊറോണ അല്ലെങ്കിൽ കോവിഡ്-19 വൈറസിനെ കുറിച്ചിട്ടൊരു ചെറിയ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇപ്പോൾ കോവിഡ്-19 എന്ന് പറഞ്ഞാൽ അല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു 25 പോയിൻറ്റ്സാണ്. നമുക്ക് അറിയാം, ഈ ഒരു ക്ലാസ്സായിട്ട് കൊറോണയെ കുറിച്ച് പറഞ്ഞ് തീരാൻ പറ്റില്ല നമുക്കറിയാം. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 10-25 പോയിൻറ്റുകൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് ഇതുപോലത്തെ ഒരു 50 അല്ലെങ്കിൽ 100 പോയിൻറ്റ്സുകളായിട്ട് നമുക്ക് കൊറോണയെ കുറിച്ചിട്ട് ബ്രീഫായിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുകയാണ്, ഈ കോവിഡ്-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണെന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. കോവിഡ്-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? അതിൻ്റെ പേരാണ് ഡോക്ടർ ലീ വെൻ ലിയങ്. ഡോക്ടർ ലീ വെൻ ലിയങ് ആണ് കോവിഡ്-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, കൊറോണ വൈറസ് ഉത്ഭവ കേന്ദ്രമായ രാജ്യം ഏതാണ്? കൊറോണ വൈറസിന് ഉത്ഭവ കേന്ദ്രമായ രാജ്യം ഏതാണ്? നമുക്കറിയാം, ചൈനയാണ്. കേട്ടിട്ട് മാധ്യമത്തിലായാലും ന്യൂസിലായാലും എല്ലാത്തിലും കേട്ട് പരിചയമുള്ളൊരു ഇതാണ്. ചൈനയിലെ വുഹാനാണ് കൊറോണ വൈറസ് ഉത്ഭവ കേന്ദ്രമായ രാജ്യമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് വൈറസ്? ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് വൈറസ്? ആൻസർ 6th, 6ാമത്തെ അടിയന്തരാവസ്ഥയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ ആശുപത്രികളാക്കി മാറ്റിയ രാജ്യം ഏതാണ്? കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഫുട്ബോൾ സ്റ്റേഡിയം ആശുപത്രികളായി മാറ്റിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. അപ്പോൾ ബ്രസീലാണ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളൊക്കെ കോവിഡിന് വേണ്ടിയിട്ട് ആശുപത്രികളാക്കി മാറ്റിയ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമുക്ക് PSC പോലുള്ള ചെറിയ ചെറിയ എക്സാമിന് ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. കൊറോണ എന്ന പദത്തിൻ്റെ ലാറ്റിൻ പേരാണ് കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം. കിരീടം അല്ലെങ്കിൽ പ്രഭാവലയമാണ് കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടുകൂടി പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? കോവിഡ് വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടുകൂടി പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ് കേട്ടോ. അപ്പോൾ ദക്ഷിണ കൊറിയയാണ് കോവിഡ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഡ്-19-നെതിരെ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൽപ്സ് പർവ്വതനിരകളിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ചത് ഏത് രാജ്യമാണ്? കോവിഡ്-19-നെതിരെ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൽപ്സ് പർവ്വതനിരകളിൽ ഇന്ത്യൻ പതാക ചിത്രം പ്രദർശിപ്പിച്ചത് ഏത് രാജ്യമാണ്? സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡാണ് ആൽപ്സ് പർവ്വതനിരകളിൽ ഇന്ത്യയുടെ പതാക പ്രദർശിപ്പിച്ചത്. ഇത് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും കണ്ടിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ആൽപ്സ് പർവ്വതനിരകളുടെ മുകളിൽ നമ്മുടെ ഇന്ത്യൻ പതാകയുടെ ഒരു ലൈറ്റ് പോലത്തെ ഒരു വന്നിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോവിഡ്-19 ബാധ സ്ഥിരീകരിച്ച നാദിയ എന്ന കടുവ ഏതു മൃഗശാലയിലാണ്? അപ്പോൾ കോവിഡ്-19 ബാധ സ്ഥിരീകരിച്ച നാദിയ എന്ന കടുവ ഏതു മൃഗശാലയിലാണ്? ബ്രോങ്സ് മൃഗശാല. അപ്പോൾ ബ്രോങ്സ് മൃഗശാലയിലാണ് ഈ നാദിയ എന്ന് പറഞ്ഞ കടുവ ഉള്ളത് കേട്ടോ. അത് ന്യൂയോർക്കിലാണ്. അപ്പോൾ ബ്രോങ്സ് മൃഗശാല എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കോവിഡ്-19 ടെസ്റ്റ് കിറ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച കോവിഡ്-19 ടെസ്റ്റ് കിറ്റ് ഏതാണ്? പാത്തോ ഡിറ്റക്റ്റ്. ഇപ്പോൾ പാത്തോ ഡിറ്റക്റ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച കോവിഡ്-19 ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കോവിഡ് മുക്ത അവയവരുടെ ആരോഗ്യനില പരിശോധിക്കാനായി ആരംഭിച്ച പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക്. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കോവിഡ് മുക്ത അവയവരുടെ ആരോഗ്യനില പരിശോധിക്കാനായി ആരംഭിച്ച പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് ഏതാണ്? റിവൈവ് ആണ് ആ പോസ്റ്റ് ക്ലിനിക്കിൻ്റെ പേര്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, അമേരിക്കയിൽ കോവിഡ്-19 ബാധിതരെ ചികിത്സിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യ മരുന്ന്. അമേരിക്കയിൽ കോവിഡ്-19 ബാധിതരെ ചികിത്സിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യ മരുന്ന് റെംഡെസിവിർ എന്ന് പറഞ്ഞ മരുന്നാണ് അമേരിക്കയിലെ കോവിഡ്-19 ബാധിതരെ ചികിത്സിക്കുന്നതിന് അനുമതി ലഭിച്ച ആദ്യ മരുന്ന് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും അധികം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചിലപ്പോൾ 1-2 എക്സാമിന് ചോദിച്ചു എന്ന് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി മാസ്ക് ATM നിലവിൽ വന്ന നഗരം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മാസ്ക് ATM നിലവിൽ വന്ന നഗരം സഹാരൻപൂർ എന്ന് പറഞ്ഞൊരു നഗരമാണ്
ഇന്ത്യയിൽ ആദ്യമായിട്ട് മാസ്ക് ATM നില വന്നത് ഏതാണ്? സഹാരൻപൂർ. ഇപ്പോൾ സഹാരൻപൂർ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മാസ്ക് ATM വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ്. COVID-19 വാക്സിൻ്റെ ആദ്യ പരീക്ഷണത്തിന് തയ്യാറായ അമേരിക്കൻ വനിത. COVID-19 വാക്സിൻ്റെ ആദ്യ പരീക്ഷണത്തിന് തയ്യാറായ അമേരിക്കൻ വനിതയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പേര്? ജെന്നിഫർ ഹലർ. ജെന്നിഫർ ഹലറാണ് COVID-19 വാക്സിൻ്റെ ആദ്യ പരീക്ഷണത്തിന് തയ്യാറായ അമേരിക്കൻ വനിത എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടാവും, നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇപ്പോൾ അന്നൊക്കെ വൈറലായിരുന്നൊരു ഫോട്ടോ ആയിരുന്നു ഈ ജെന്നിഫർ ഹലർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്റർ. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്റർ വിഡൽ. അപ്പോൾ വിഡലാണ് COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിന് പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിന് വേണ്ടി പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 പ്രതിരോധത്തിന് വേണ്ടി പ്ലാസ്മ ബാങ്ക് ആരംഭിച്ചത്. കേരളത്തിലാണെങ്കിൽ മഞ്ചേരിയിലാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. COVID-19 കുറിച്ച് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. COVID-19 കുറിച്ച് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075. അപ്പോൾ 1075 ആണ് COVID-19 കുറിച്ച് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമാറ്റഡ് COVID-19 നിരീക്ഷണ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമാറ്റഡ് COVID-19 നിരീക്ഷണ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാ? തെലുങ്കാനയാണ്. അപ്പോൾ തെലുങ്കാനയാണ് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള COVID-19 നിരീക്ഷണ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൽഫ് ഡിക്ലറേഷൻ COVID-19 ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം. സെൽഫ് ഡിക്ലറേഷൻ COVID-19 ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ്. സെൽഫ് ഡിക്ലറേഷൻ COVID-19 ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ദെൻ കോവിഡ് ബാധിതരെ റോബോട്ടിനെ ഉപയോഗിച്ച് ആദ്യ സംസ്ഥാനം. കോവിഡ് ബാധിതർക്കെതിരെ റോബോട്ടിനെ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനാണ് റോബോട്ടിനെ ഉപയോഗിച്ചത്. ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. COVID-19 വ്യാപനം തടയുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തിയ ആദ്യ ഇന്ത്യൻ നഗരം. COVID-19 വ്യാപനം തടയുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. COVID-19 വ്യാപനം തടയുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രചരണമാണ് നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ്? നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞത് ഏത് സർക്കാരിൻ്റെ പ്രചരണമാണെന്നാണ് കോവിഡിൻ്റെ ഭാഗമായിട്ട് വന്നൊരു പ്രചരണമാണ്. അതേത് സർക്കാരിൻ്റെയാണെന്ന് ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാന സർക്കാരിൻ്റെയാണ് പ്രചരണമാണ് നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ്? കർണാടക. അപ്പോൾ കർണാടക സർക്കാരിൻ്റെയാണ് നമസ്തേ ഓവർ ഷേക്ക് ഹാൻഡ്. ഇത് നമ്മുടെ എന്താ പറയുക NTPC പോലുള്ള എക്സാമുകളൊക്കെ ചോദിച്ച് കണ്ടിരുന്ന ഈ ക്വസ്റ്റ്യൻ ആണത്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ്. ഈ ക്വസ്റ്റ്യനും നമ്മുടെ ഈ NTPCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനമാണ് UP. അപ്പോൾ UP ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അധികം കുറേ പോയിൻറ്റ്സുകൾ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാവും. ഓരോരുത്തരും എത്രയല്ല, നമുക്ക് കണ്ടമാനം അല്ലെങ്കിൽ കുറേ പദ്ധതികളായാലും പ്രൊജക്റ്റുകളായാലും അല്ലെങ്കിൽ കുറേ വാക്സിനുകളുണ്ട്, ആൾക്കാരുടെ പേരുകളുണ്ട്, അങ്ങനെ കുറേ കൊറോണയെ കുറിച്ച് ശരിക്കും പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് അത്രയധികം പരീക്ഷയ്ക്ക് വേണ്ട. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വരും വീഡിയോയിൽ ഇനിയും കൊറോണയെ കുറിച്ചിട്ട് കുറച്ചുകൂടി ഒരു ക്ലാസ് കൂടിയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ നമുക്ക് പഠിച്ചു തീർക്കാം. പിന്നെ ഇതാണ് ഈ പിക്ചറിൽ കണ്ട, ഈ പിക്ചറിലാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ആ നാദിയ എന്ന് പറഞ്ഞ കടുവ. ഈ നാദിയ എന്ന് പറഞ്ഞ കടുവ, അതുപോലെ തന്നെ ഈ ജെന്നിഫർ ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ സ്വീകരിച്ച അമേരിക്കയുടെ വ്യക്തി, അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ റോബോട്ട്, പിന്നെ ആലിപ്സ് പ്രൊജനറയിൽ ഉയർത്തിയിട്ടുള്ള ഇന്ത്യയുടെ പതാക. ജസ്റ്റ് ഒന്ന് ഒരു രസത്തിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.